ഞാൻ നിനക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടീ ആണ് ഉണ്ടാക്കുന്നത്. ആണോ? താങ്ക് യു. നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ സത്യം പറഞ്ഞ കളി ജയിക്കില്ലായിരുന്നു. അത് മാത്രമല്ല എല്ലാവർക്കും പൈസ കിട്ടില്ലായിരുന്നു. പുലിയല്ലേ മോളെ, ഞാൻ ബോംബെയിലായിരുന്നപ്പോണ്ടല്ലോ ഞാൻ പങ്കെടുക്കാത്ത ഒരു സ്പോർട്സ് ഐറ്റംസും ഇല്ല. ടെന്നീസ്, കബഡി, ക്രിക്കറ്റ്, ഫുട്ബോള് ഇതെല്ലാത്തിലും ഞാൻ ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുണ്ട്. ആണല്ലേ? ശരി മോള് തൽക്കാലം ഇങ്ങനെ കിടന്ന് തള്ളാണ്ടിരിക്കേ, കൂടുതൽ തള്ളരുത്. ഞാൻ ആക്ച്വലി നിന്നെ ഒന്ന് എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്തതാണ്. നീ ഫസ്റ്റ് മീൻസ് നമ്മളെ കളി ജയിച്ചതിന്. അല്ല, ഞാൻ പറയുന്ന സത്യമാണ്. അതുകൊണ്ടല്ലേ എനിക്ക് ഇതിലും ജയിക്കാൻ പറ്റിയത്. ആണോ? അതിനൊരു കാര്യം അറിയോ? നമ്മുടെ സാനിയ മിർസ ഇല്ലേ, പുള്ളിക്കാരത്തെ എന്റെ കളി കണ്ടിട്ട് എന്നെ മാച്ചിന് വിളിച്ചിട്ടുണ്ട്. എന്ത് പറ്റി? നെഞ്ചുവേദന വരുന്നത്? അല്ല, സത്യം പറയുമ്പോ ഇന്നലത്തെ കളിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ്, അല്ലാണ്ട് നീ പറഞ്ഞിട്ടല്ല. എന്നിട്ട് എന്താ ബെറ്റ് വെച്ചെന്നല്ലേ ഇപ്പൊ പറഞ്ഞു? എന്നിട്ട് കളിച്ചില്ല. എന്തെന്നറിയോ, അവര് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമല്ല. ഞാൻ അവരായിട്ട് കളിച്ച് അവര് തോറ്റ് പിന്നെ അവർക്ക് നാണക്കേടല്ലേ. ഷോടാ മോളെ, കൂടുതൽ തള്ളരുത്. ഞാൻ ഇപ്പൊ നിനക്ക് സന്തോഷത്തോട് ഉണ്ടാക്കി തന്ന ഈ ചായ ഇനി ഒരിക്കലും കിട്ടുന്ന പ്രതീക്ഷിക്കണ്ട, കേട്ടല്ല? അങ്ങ് തള്ളുക. അതെ, കിട്ടിയ പൈസ എന്ത് ചെയ്യാനാ പ്ലാൻ? കിട്ടിയ പൈസ കുറച്ച് കടമുണ്ട്, അത് തീർക്കണം. പിന്നെ കുറച്ച് പൈസ അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളിക്കണം. അത് പറഞ്ഞപ്പോഴാ നമുക്ക് വൈകുന്നേരം ബിയർ എടുത്താലാ? ബിയർ വേണ്ടേ? ഫുൾ എടുക്കാം. ഹോട്ടോ? എടി എനിക്ക് ഹോട്ട് വലിയ താല്പര്യമില്ല. ബിയർ അടിക്കാൻ എനിക്കൊന്നും ആവൂല, അതുകൊണ്ടാ. നല്ല ചൂട്. ഊതിക്കൂടി എടി. വന്നാ? ഗുഡ് മോർണിംഗ്. ഇപ്പോഴാണ് എണീക്കണേ? ഇന്നലത്തെ കളിയുടെ ക്ഷീണത്തിന് ഞാൻ ഉറങ്ങിപ്പോയി. ഹലോ, ആർക്ക് കളിയുടെ ക്ഷീണം? കളി തുടങ്ങിയപ്പോ തോറ്റ ആൾക്ക് കളിയുടെ ക്ഷീണോ? പോയടി. എന്താ അന്ന് വന്ന് തോറ്റൊന്നും പണ്ട് ക്ഷീണമൊന്നും വരാൻ പാടില്ല. എനിക്കൊരു ചായ തരുമോ? ശരിടാ, ഞാൻ കണക്കിനാണല്ലോ ഉണ്ടാക്കിയ. കുടിച്ചു. താങ്ക് യു. അല്ല, നമ്മുടെ കോച്ച് എവിടെ പോയി? ATM കാശ് എടുക്കാൻ പോയേക്കോ. പിന്നെ അവരുടെ മെസ്സേജ് വല്ലതും? പിന്നെ അയാളുടെ മെസ്സേജ്. ഓ, മാച്ചിന് അത് ഇല്ല, വന്നിട്ടില്ല. ഇതുപോലെ ചിക്കിൽ കിട്ടുന്ന പരിപാടിയാണ് പിന്നെയും പിടിക്കായിരുന്നല്ലേ? നല്ല ആവേശം. എന്റെ പൊന്നു മോനെ, ഈ പൈസ തന്ന ആളെ നിനക്കറിയോ? അയാൾ എന്തിനാ തന്നേന്നറിയോ? പിന്നെ കൂടുതൽ ആവേശം കാണിക്കല്ലേ, ലാസ്റ്റ് വല്ല പണിയും കിട്ടും. അതുകൊണ്ട് രണ്ടുപേരും അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന നല്ലത്. ടീനെ, നീ വിചാരിച്ച അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ പൊക്കാൻ പറ്റൂലേ? പൊക്കാൻ പറ്റും, പക്ഷെ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ വന്ന സമയത്ത് തന്നെ ഞാൻ അയാളെ പൊക്കിയാണ്. എങ്ങനെ? വാ വേഗം. ഒരു പ്രശ്നമുണ്ട്. ഞങ്ങള് തൊഴുതിറങ്ങുന്ന വരുന്ന വഴിക്ക് ലുക്കുവിന്റെ മാല 2 ചെറുക്കന്മാർ വന്ന് പിടിച്ചോണ്ട് പോയി. മാല ആര്? അറിയത്തില്ല, ബൈക്കിൽ വന്ന് പിടിച്ചോണ്ട് ഓടി കൊണ്ടുപോയി. ബൈക്കിന്റെ നമ്പർ അറിയോ? ബൈക്കൊന്നും കാണാൻ സമയമില്ലായിരുന്നു അന്നേരം. അമ്മേന്റെ മുഖെങ്കിലും കണ്ടോ? ഇല്ല, ഒരു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ മറ്റേമാരും വല്ലതായിരിക്കോ? ആര്? നമ്മള് കളി തോപ്പിച്ചില്ല അവന്മാര്. ശരി, അവന്മാരായിരിക്കും. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ചാരു, എങ്ങനെയെങ്കിലും എന്റെ പൊന്നുമോളെ എന്റെ മാല ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തതാ. ടെൻഷൻ അടിക്കാണ്ടിരിക്കാം, നമുക്ക് വഴി ഉണ്ടാക്കാം. നിങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെ അവന്മാർ ആ മാല വിറ്റ് പുട്ടടിക്കുന്ന മുന്നേ നമുക്ക് പോയി തപ്പി കണ്ടുപിടിക്കാം. എന്നാ ആരെങ്കിലും എന്നോട് വായോ, നമുക്ക് പോയി നോക്കിച്ചു വരാം. എവിടെ വെച്ച സംഭവം നടന്നത്? നമ്മുടെ ദേവി ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വെച്ച്. ഞങ്ങൾ പോയിട്ട് വിളിക്കണേ. വിളിക്കാം. കിട്ടൂടി, ടെൻഷൻ അടിക്കണ്ട. നീ ടെൻഷൻ അടിക്കാതിരിക്കൂ. എടാ, നിങ്ങളാണോ മാല പൊട്ടിച്ചോണ്ട് ഓടിയത്? എടാ ചള്ളു ചക്ക, നിന്നെപ്പോലത്തെ ഒരുപാട് കുരിപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ ഉള്ളത് പറഞ്ഞു മര്യാദക്ക്. അയ്യോ, പേടിപ്പിക്കില്ലേ ചെയ്താ, ഇവന് പേടിച്ചിപ്പോ പനി പിടിക്കും. കന്നഡ കളിയാതെ ഇപ്പോഴേ ദേഹത്തൊക്കെ ചൂട് വന്ന് തുടങ്ങി. എടാ മക്കളെ, നിങ്ങളെക്കാൾ കൂടുതൽ ശാലി അടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ്. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ടീനെ, ഇവന്മാരൊരു നടക്ക് പോകൂല. നമുക്ക് ഇവന്മാരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാം. അപ്പൊ ഇവന്മാരെ തത്ത പറയും പോലെ കാര്യം പറഞ്ഞോളൂ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. പോരാത്തന്നെ നിന്റെ ഫ്രണ്ട് ആണല്ലോ. നല്ല ഇന്നലെയും കൂടെ കണ്ടതോ. ചേച്ചി, പോലീസിനെ വിളിക്കണ്ട, നമുക്കിത് വേറെ രീതിയിൽ സെറ്റ് ആക്കാം. എങ്ങനെ? ഓഹോ, അപ്പൊ നീയൊക്കെ തന്നെയാണ് മാല എടുത്തത്? പിന്നെ അല്ലാതെ നമുക്ക് കിട്ടേണ്ട പൈസയില്ലേ നിങ്ങൾ അടിച്ചോണ്ടോ? അതുകൊണ്ട് തന്നെ മാല നമ്മൾ അടിച്ചോണ്ട് വന്നു. എടാ, ആരടിച്ചോണ്ട് പോയി? ഞങ്ങളെ കഷ്ടപ്പെട്ട് കളിച്ച് ജയിച്ചു കിട്ടിയ പൈസ ആണല്ലേ, നിന്നെ പോലൊക്കെ മോഷ്ടിച്ചോണ്ട് പോയ സാധനമല്ലേ. മലയ്ക്ക് മാല എടുക്കടാ. നിങ്ങൾക്ക് പൈസ തന്നാൽ നമ്മൾ മാല തരും, ഇല്ലെങ്കിൽ ഈ മാല ആർക്കും കിട്ടും. എങ്ങനെ ഡീൽ ചെയ്യും? ഒരു കാര്യം ചെയ്യും, നീ വൈകിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് വാ, നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാം. പോരെ? ഞാൻ ഒന്നുകൂടെ പറയണം, നമ്മളെ വീട്ടിൽ വരുമ്പോ പോലീസിനെ എങ്ങാനും അറിയിക്കാനാണ് പരിപാടിയെങ്കിൽ ഈ മാല നിങ്ങൾക്ക് കിട്ടൂല. ഇല്ലട മോനെ, പേടിക്കണ്ട. ഇനി ഡീലിങ് നമ്മൾ തമ്മിലാണ്, അല്ലേ? കേട്ടോ, ഒന്നും സംഭവിക്കില്ല.
പാ. അല്ല നീ എന്ത് പ്ലാൻ ഉദ്ദേശിച്ചാൽ അമ്മ വീട്ടിലോട്ട് വരാൻ പറഞ്ഞത്? എനിക്കൊരു പ്ലാനും ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനുള്ള സമയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അമ്മയോട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞത്. ബെസ്റ്റ് ഒരു പ്ലാനും ഇല്ലാതാണ് അമ്മ വരാൻ പറഞ്ഞത്. കാണാടി, കാണാം. സമാധാനിക്കും. നീ വിഷമിക്കാതിരിക്കും, നമുക്കത് തിരിച്ചു കിട്ടും. അല്ലടാ, ചേട്ടാ അറിഞ്ഞ എന്നെ കൊല്ലും. എന്തുമാത്രം കഷ്ടപ്പെട്ടാ അറിയാമോ ചേട്ടാ മാല വാങ്ങിച്ചു തന്നെ. അല്ല ഇത് സംഭവിക്കുന്ന സമയത്ത് അവിടെ നാട്ടുകാരും ഉണ്ടായിരുന്നില്ലേ? അവരൊക്കെ വരുന്നതിന് മുമ്പ് അവന്മാര് പെട്ടെന്ന് ഓടി പോയി വണ്ടി എടുത്തോണ്ട്. എടി നിനക്കൊന്ന് അറ്റ്ലീസ്റ്റ് അവരെ പുറകെ ഒന്ന് ഓടിക്കൂടായിരുന്നു? നീ അവിടെ എന്ത് നോക്കിയിരിക്കുവായിരുന്നു? ഞാൻ ഈ ഡ്രസ്സിനോട് എങ്ങനെ അമ്മയുടെ പുറകെ ഓടുന്നത്? എങ്ങനെയാണ് അവിടെ കൂക്കി വിളിക്കാൻ നിനക്കറിയാം? അപ്പൊ നാട്ടുകാർ വന്നെങ്കിൽ ഹെൽപ്പ് ചെയ്യുമായിരുന്നല്ലോ. അത് പിന്നെ പബ്ലിക് പ്ലേസിൽ അങ്ങനെ എനിക്ക് കൂക്കി വിളിക്കാനും മിസ്ബിഹേവ് ചെയ്യാനും എന്നെ കൊണ്ട് പറ്റത്തില്ല. ആണോ? എന്നാ നിന്നെ ആരെങ്കിലും ചെയ്യാൻ വന്നാലും നീ അങ്ങനെ സ്തംഭിച്ച് നിൽക്കോ റോട്ടില്? ഞാൻ ചിലപ്പോ അങ്ങനെ സ്തംഭിച്ച് നിന്നൊക്കെ വരും. അതെ, ഈ ഡയലോഗ് കളിക്കാൻ എല്ലാവർക്കും പറ്റും. ആ സിറ്റുവേഷൻ നീ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ബിഹേവ് ചെയ്തോളൂ. ബോഡി അവിടെ ഞാനാണെങ്കിൽ നന്നായി റിയാക്ട് ചെയ്തേനായിരുന്നു. മനസ്സിലായോ? ഡയലോഗ് അടിക്കുന്നു. ഇപ്പൊ നീ കാര്യം അറിഞ്ഞല്ലോ. എന്നാ പോയി നീ പോയി റെസ്പോണ്ട് ഞാൻ നോക്കട്ടെ. ആടി ഞാനായിരുന്നു കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടേ അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി സാധനം കൂടി ഞാൻ തിരിച്ചു വന്നിട്ട്, അല്ലാണ്ട് നിന്നെ പോലെ വെറുതെ വീട്ടിൽ കയറി വരല്ല ചെയ്യാം. മക്കളെ എന്റെ ഒന്നും മിണ്ടാതിരിക്കും നിങ്ങള്. പിന്നെ എന്തോന്ന് ഇവിളി പറയുന്ന എന്റെ രുക്കു? വെറുതെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന് റിയാക്ട് ചെയ്യാണ്ട് നിൽക്കുവാണോ ചെയ്യേണ്ടത്? യൂസ്ലെസ്. ചാരു വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം കേട്ടല്ലോ. എന്താ ഞാൻ പറഞ്ഞേടി? ഞാൻ കാര്യമല്ല പറഞ്ഞത്. ആഹാ, താഴെ കഥവും തുറന്നിട്ട് എല്ലാരും കൂടി ഇവിടെ വന്നിരിക്കണം. നീ ഉണ്ടായിരുന്ന? നീ എപ്പോ വന്ന്? പിടിച്ചോ, നനക്കിരിക്കട്ട്. എന്താടിയാ പൈസ കിട്ടിട്ട് ഒരു സന്തോഷമില്ലാത്ത? അത് പിന്നെ അമ്മാവ ഇവർ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോയി വരുമായിരുന്നു. അപ്പൊ ബൈക്കിൽ 2 ചെക്കന്മാര് വന്നിട്ടേ രുക്കുന്റെ മാല പൊട്ടിച്ചോണ്ടുപോയി. മാല? ഏത് മാല? ചേട്ടാ വാങ്ങിച്ചു തന്നു. ആ മാലയാ പൊട്ടിച്ചോണ്ട് പോയാ? സമാധാനായി. എനിക്ക് തോന്നി കയ്യിൽ 5 പൈസ കിട്ടിയപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും ഇതുപോലെ സങ്കടങ്ങളുള്ള കാര്യം വന്ന് വീഴുമെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, നീ വല്ല കറുത്ത ചരട വല്ല കെട്ടിക്കൊണ്ടോടാ. അയ്യോ അമ്മാവ, രുക്കുന് ഇങ്ങനെ വഴക്ക് പറയല്ലേ, ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കൂന്ന്. എന്തൊക്കെ ആയാലും മക്കളെ, ഈ സ്വർണ്ണമൊക്കെ ഇട്ടോണ്ട് കിടക്കും കുറച്ച് ബോധത്തോടെ നടക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റും. ഞാൻ പോകുന്നു. എനിക്ക് എന്ത് പറഞ്ഞു ചേട്ടൻ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. രുക്കു കൂടി ഇരുന്നാ നമുക്ക് സംസാരിക്കാം. വാ. എന്തോത്തിനാ ഇനി വഴക്ക് കേൾക്കാനോ? എന്തായാലും പോയത് പോയി. ചേട്ടൻ പറഞ്ഞോലെ ഞാൻ കറുത്ത ചേട്ടൻ കെട്ടിക്കൊണ്ട് നടന്നോളാം. പോയെന്നാ ഇത്രയും ആയിരക്കണക്കിന് രൂപ സാധനം കൊണ്ട് കളഞ്ഞിട്ട് പോയെന്ന്. എന്തോന്ന് അമ്മാവ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഓൾറെഡി രുക്കു വിഷമിച്ചല്ലേ ഇവിടെ വന്നിരുന്ന് സംസാരിച്ച്. യോ എന്തുവാ ഇത്? രുക്കുന് മാത്രമേ വിഷമമുള്ളൂ, എനിക്ക് വിഷമമില്ലേ എന്ന് ഞാൻ പറഞ്ഞോ? അമ്മാവനൊന്ന് ചെല്ല്, ഒന്ന് ആശ്വസിപ്പിക്ക്. ചെല്ല് പ്ലീസ്. എനിക്കത് വയ്യ. ചെല്ലമ്മാവാ. ചെല്ലമ്മാവാ. എന്തോന്ന് മക്കളെ ഇതൊക്കെ? ചക്കര അമ്മാവനല്ല, ചെല്ല് പ്ലീസ്. എടി നിനക്ക് എന്താടി? നീ എന്നോട് മിണ്ടല്ലേ ചാരു? നീ ഇത്ര എന്നെ വായിരിക്കുന്നത് പറഞ്ഞിട്ട് നീ ചുമ്മാ മുണ്ടാൻ പോലെ നീ പോലെ മുന്നിന്ന്. അത് പിന്നെ നീ അവിടെ നനങ്ങാത്തോണ്ടല്ലേ ഞാൻ അങ്ങനെ സംസാരിച്ചത്. എങ്ങനെ എനിക്ക് ഞാൻ പിടുക്കം മുട്ടി നിന്നതല്ലയോ? അതിനിടയ്ക്ക് അമ്മയുടെ കുറെ ഓടാൻ എന്നെ പറ്റുമോ? ഞാനല്ല നീ മുള്ള മുട്ടിയിരിക്കുവായിരുന്നു. ഞാൻ ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്തിരിക്കാം, എനിക്ക് മുള്ള നിൽക്കുക എന്തേ ദേഷ്യപ്പെണ്ണെന്തിനാ? ആ ഒരു കാര്യമല്ലേ പറഞ്ഞുള്ളൂ. നീ ചിന്താ എനിക്ക് നിൽക്കുന്നു. ഇപ്പൊ അങ്ങോട്ട് ചക്കരല്ല പ്ലീസ്. നീ വളർക്കട്ടെ, എനിക്ക് വിഷമാവും. ഞാൻ റിയാലിറ്റി നീ യൂസ്ലെസ് എന്ന് വിളിച്ചു. ഞാനാ യൂസ്ലെസ്. ഞാൻ കേട്ടല്ല, എല്ലാരും കേട്ടല്ല, ഞാനാ യൂസ്ലെസ്. പോരെ. ഓ എന്നോട് മിണ്ടണ്ട. അതിനാരും വേണ്ടത് എൻ്റെ അടുത്ത്? ഞാൻ ഇവിടെ വന്ന് ഇരുന്നല്ലേ ഉള്ളൂ. എൻ്റെ അടുത്ത് ഇരിക്കേ വേണ്ട, സ്നേഹമില്ലാത്ത മനുഷ്യൻ. കഷ്ടകാലം പിടിച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയടി സ്നേഹിക്കുന്നത്? അവന്മാര് മാല ഓടിച്ചോണ്ട് പോയിട്ടെ എനിക്ക് എന്തെങ്കിലും പറ്റുമോന്നെങ്കിലും ചോദിച്ചോ? നിനക്കെന്തെങ്കിലും പറ്റിയാ? ഇനി ചോദിക്കണ്ട, ഞാൻ പറയത്തുമില്ല. അയ്യോ, എന്നാ മോളൊരു കാര്യം ചെയ്യും, ഇറങ്ങിപ്പോ, വീട്ടിൽ പൊയ്ക്കോ. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ വരും, ഇഷ്ടമുള്ളപ്പോൾ ഇരിക്കും, ഇഷ്ടമുള്ളപ്പോൾ പോവും. ഇഷ്ടമുള്ളപ്പോൾ വരാനും ഇഷ്ടമുള്ളപ്പോൾ ഇരിക്കാനും ഇഷ്ടമുള്ളപ്പോൾ പോകാനൊക്കെ നിന്റെ അപ്പ കുപ്പിമണിയാ ഉണ്ടാക്കിയ വീടല്ല ഇത്, കേട്ടാ? ഈ റൂം പൂട്ടി അകത്തിരുന്ന് ചെയ്യേണ്ട സാധനം നമുക്ക് വെളിയിൽ വന്നിരുന്ന് ചെയ്യണ്. നിങ്ങൾ എന്തോന്ന് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കയറി വേടേ. ഇതൊക്കെ എന്തോന്ന് പരിപാടി? കൂടുതൽ ഇത് കാണിക്കല്ലേ. നീ വിചാരിക്കണ ഇവിടെ ഒന്നും നടന്നില്ല. കാട് കയറി അങ്ങ് ചിന്തിച്ചങ്ങ് പോവാതെ. ഒരു കാര്യം മനസ്സിലാക്കണം,
ഇവിടെ കല്യാണം കഴിയാത്ത പെമ്പിള്ളേരുള്ളതിന് നിങ്ങളെ ഈ പ്രവൃത്തിയൊക്കെ കണ്ട് അവര് വഴിതെറ്റി പോയാൽ നിങ്ങൾ സമാധാനം പറയൂ. അങ്ങനെയുള്ള കാര്യമൊക്കെ ഞാൻ സമാധാനം പറഞ്ഞോളൂ. നീയൊക്കെ ഇവിടെ വന്ന് എന്റെ പിള്ളേരെ വഴി തെറ്റിക്കാതിരുന്നാ മതി. അല്ല ഞാൻ വന്ന് എന്ത് വഴി തെറ്റിച്ചെന്ന്? നീ കൂടെ വന്നാലേ വഴി തെറ്റിയല്ലേടാ പിള്ളേര്. അല്ല നിങ്ങൾക്കൊരു വിചാരമുണ്ട്, ഈ കണ്ട വാളിപ്പയ്യനെ കണക്കാണ് ഞാനെന്ന്. ഞാനൊരു കമ്പനി ഓണറാണ്, കൂടാതെ അവന്തിയെ കെട്ടാൻ പോകുന്ന ചെക്കൻ. അപ്പൊ അതിന്റെ ഒരു മര്യാദയൊക്കെ എനിക്ക് തരണം. ഈ കൊറേ കാലമായിട്ട് അവന്റെ കെട്ടുന്ന കാര്യം പറഞ്ഞുകൊണ്ട് നടക്കണം. എന്ത് കല്യാണം നടക്കണില്ലേ? അത് തന്നെ ഞാനും ആരും. അല്ല ഞാൻ അതിനെപ്പറ്റി പറയാനാണ് വന്നത്. എൻഗേജ്മെന്റ് ഒക്കെ ഫിക്സ് ആവാൻ പോകുന്നു. കല്യാണം വിളിക്കും, വരണം. അത് കൊള്ളാം, പിന്നെ വരാതെ. അപ്പം അവന്തി അത് മുകളിലുണ്ട്. മോളിലുണ്ട്, ഞാൻ പോയി കണ്ടിട്ട് വരാം. ഇങ്ങോട്ട് വാ. ഇവിടെ അവന്തി മോള് മാത്രമല്ല, വേറെയും പിള്ളേരുണ്ട്. ഇല്ല എനിക്ക് അവന്തിയെ കണ്ടാൽ മതി. അതാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കും. ശ്യാമ അവിടെ ഇരിക്കും, ഞാൻ വിളിക്കാം. അവന്തി മോളെ ഇരിക്കാം. മോനെ കാണാൻ വേണ്ടി മോളെ കാണാൻ വേണ്ടി ശ്യാമ വന്നിരിക്കുന്ന. ശ്യാമു തന്നെ അല്ല നേരത്തെ പറഞ്ഞ ബഹുമാനം. ബഹുമാനം. ആ നീ കുറച്ച് നേരത്തെ വാളി എന്ന് പറഞ്ഞത് ആരാ പറഞ്ഞത്? പവിയാണ്. നിങ്ങൾ ഇല്ലാത്തൊന്നും പറയല്ലേ? അല്ല അവൻ അല്ലാതെ ഇവിടെ വേറെ ആരും പറഞ്ഞില്ലല്ലോ. പോലീസുകാരനൊക്കെ വരുമല്ലോ. ആ മോളെ താണ്ട് മോളെ കാണാൻ വേണ്ടി ശ്യാമ വന്നിരിക്കുന്നു. അതെ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മോനെന്ന് വിളിക്കണ്ട. നിങ്ങൾ ഈ മോനെ വിളിയാക്കുമ്പോൾ വേറെ മോൻ വിളിയൊക്കെ ഓർമ്മ വരും. വേണ്ട. അല്ല അപ്പൊ ബഹുമാനം. എനിക്ക് ബഹുമാനം വേണ്ട. ആ ശരി. എന്താ ശ്യാമേ? അല്ല അന്തി ഞാൻ കുറച്ച് കാര്യം പറയാൻ വേണ്ടി വന്നു. അവിടെ ഇരിക്കും, നമുക്ക് കുറച്ച് സംസാരിക്കാം. പറഞ്ഞോ. അല്ല അമ്മ വന്ന് മാറിയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് സംസാരിക്കുക. ഓ ശരി ശരി. ഓ താങ്ക് യു. ശരി മാ. എന്താ ശ്യാമേ കാര്യം പറ. ടെൻഷനാവാതെ ഇരിക്കുക, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പറ. ഇരിക്കും. ഞാൻ ഇവിടെ നിന്നോളാം, പറ. അല്ല ഇന്നലെ എൻ്റെ അച്ഛനും അമ്മയും നിന്റെ അച്ഛനും അമ്മയും പോയി കണ്ട് കല്യാണ കാര്യത്തിനൊക്കെ പറ്റി കുറച്ച് കാര്യം സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് അവര് പറയുന്നത് ഈ വർഷം കല്യാണം നടത്തണമെന്നാണ്. എന്തിനാ ശ്യാമി ഇത്ര വെപ്രാളം? നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാ പോരെ? അല്ല ഇനി എത്ര സമയം വേണം? കുറെ സമയമായി. ആദ്യം നമ്മളൊന്നും നന്നായിട്ട് മനസ്സിലാക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിൽ കൂടുതൽ ഇനി എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു? എന്തായാലും 1 വർഷം കഴിഞ്ഞിട്ടൊക്കെ മതി കല്യാണം. എന്താ എത്ര സമയം വേണം? അതാ പറഞ്ഞതും ഈ വർഷം എന്തായാലും കഴിയട്ടെ, എന്നിട്ട് മതി. നീ ഇരിക്കി. ഞാനൊരു കാര്യം പറയാം, നീ ഇരിക്കി. സമാധാനത്തിൽ പറയാം, ഇരിക്കി. എടി കല്യാണം പയ്യെ മതി. നമുക്ക് ഈ എൻഗേജ്മെന്റ് എങ്കിലും നടത്തി വെക്കാം. ഇല്ലെങ്കിൽ അത് കുടുംബക്കാർ തമ്മിൽ പിന്നെ സംസാരവും പ്രശ്നങ്ങളൊക്കെ ആയി പോവും. അതൊന്നും മനസ്സിലാക്ക്. എന്റെ മനസ്സിൽ ഇപ്പൊ ഇതൊന്നും ഇല്ല. ഞാൻ ഇവിടെ വേറെ പ്രശ്നത്തില്ല. എന്ത് പറ്റി? ദേഹത്ത് വലിയ അസുഖം? അല്ല എന്തെങ്കിലും പ്രശ്നം അസുഖം? ഇനി ഞാനും ജുക്കും കൂടെ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് പറയുന്ന മുഴുവൻ കേക്ക്. അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് രുക്കുവിന്റെ മാല 2 പയ്യന്മാര് വന്ന് പിടിച്ചു പറിച്ചോണ്ട് പോയി. എന്നിട്ട് എന്താ അത് അന്വേഷിക്കാൻ ടീനയും സ്റ്റെഫിയും ഒക്കെ പോയേക്കുവാ. ആ 2 പേരും നല്ല ടീം കിട്ടിയത് തന്നെ. നീ വിഷമിക്കണ്ട, നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് പോയി അന്വേഷിക്കാം. എടി ടീനെ എന്തായി? എടി അവന്മാര് തന്നെ അവര് നമ്മള് കബഡി കളിയിൽ കിട്ടിയ കാശില്ലേ, അത് കൊടുത്താലും മാല വരത്തോളന്ന് പറഞ്ഞു. ശീശ്വര എനിക്ക് വയ്യ. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? അവന്മാരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മകളെ പോയ കാര്യം എന്താടി? അങ്കിള് അവന്മാര് തന്നെയാണ്. അത് ഇന്നലെ തോറ്റേന്റെ കലിപ്പ് തീർക്കണം അവന്മാര്. അവന്മാർക്ക് എന്താ വേണ്ടേ? അവന്മാർക്ക് നമ്മുടെ പ്രൈസ് മണി വേണമെന്ന്. എന്തായാലും അവന്മാര് വരട്ടെ, നമുക്ക് സംസാരിക്കാം. സംസാരിച്ചാൽ മനസ്സിലാക്കണ പറ്റിയ ടീം തന്നെ. എനിക്കെന്തോ ഇതിനകത്തെന്തോ നെഗറ്റീവ് ഭയങ്കരമായിട്ട് സ്മെല് ചെയ്യുന്നുണ്ട്. എന്തായി പ്ലാൻ വല്ലതും നടക്കുവോ? എന്താ നമ്മളെ? ഒന്നുമില്ല അമ്മ, എന്തായാലും നമ്മള് കാശ് തിരിച്ചു കൊടുക്കാൻ പോകണില്ല അവര് വന്ന. ആ ചെറുക്കന്മാര് വരുന്നുണ്ട്. ആണാ? എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അകത്ത് പോ. അതൊന്നും ശരിയാവില്ല. എന്ത് വന്നാലും നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വരുള്ളൂ. അതെ അതെ. നിനക്കൊക്കെ നാണം ഉണ്ടാടാ? ഒരു നാണവും ഇല്ല, അതുകൊണ്ട് തന്നെയാണ് മാല അടിച്ച് പൊട്ടിച്ചോണ്ട് പോയത്. എടാ ചെറുക്കന്മാരെ, ഞാൻ ഒരു കാര്യം പറയാം. ഇതൊക്കെ ക്രിമിനൽ കേസാണ്. നിന്റെയൊക്കെ ഭാവി പോകും പോലീസ് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ. നമുക്ക് കൂടുതൽ അങ്ങോട്ട് സംസാരിക്കാനൊന്നുമില്ല. നമ്മളെ പൈസ എങ്കിൽ തിരിച്ചാൽ നിങ്ങളെ മാല എങ്കിൽ തന്നേക്കാം. നിങ്ങളുടെ പൈസയോ? അതങ്ങനെയാണ് നിങ്ങളുടെ പൈസ ആവുന്നത്? ഞങ്ങൾ കളിച്ച് ജയിച്ചു കിട്ടിയ പൈസയാ. നമുക്ക് പകുതി പൈസ എങ്കിലും കിട്ടിയേ പറ്റും. പകുതിയുടെ കണക്ക് മുഴുവൻ തരാം. പിന്നെ അല്ലാതെ വേണ്ട മക, അവര് സംസാരിച്ചു തീർക്കാൻ വന്നല്ലേ, നമുക്കിത് സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കാം. നമുക്ക് സംസാരിക്കാനൊന്നുമില്ല, നമുക്ക് നമ്മളെ പൈസ കിട്ടണം. ചേടാ വന്ന പൈസ കിട്ടിയിട്ട് നീക്കെ പോകത്തുള്ളൂ. ഇവിടെ ചോദിക്കാനും പറയാനും വേറെ ആരും ഇല്ലെന്നാണ് വിചാരം. അത് ശരി. അപ്പൊ നമ്മൾ അടിക്ക് ആളെ കറക്കി നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞല്ലേ? ഞങ്ങളെ കണ്ട ഗുണ്ടേ കണക്കിരിക്കണ ദേഹത്തോട്ടാ നിങ്ങൾ വിവരം അറിയും. എടാ പവി, മുതലാളി പ്രത്യേകിച്ച് പറഞ്ഞിട്ട് തന്നതാണ്. ഇനി മേലെ ഇവിടെ ബേളം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ട് വിട്ട് ഇറക്കുമെന്നു.
നീ മര്യാദക്കിരി. നിങ്ങളുടെ കാര്യം ചെയ്യും, ഗാന്ധി മാർഗത്തിൽ അമ്മ ചോദിച്ചു പിന്നല്ലാതെ. ഡേയ് മാലഞ്ഞോട്. ഇല്ല. ഡേയ് നിന്റെ അടുത്താണ് പറഞ്ഞ മാല തരാൻ. ഇല്ല. എങ്ങനെ ഇരിക്കണ്? തന്നെ പറയണ മിണ്ടായിരിക്കും. നമ്മൾ ചോദിക്കും കേട്ടാ, അങ്ങനെ നിന്നാ മതി. എടാ പവി, നീ നിന്റെ രീതിയിൽ ചോദിക്ക്. ആ അതാണ് പറഞ്ഞത്. അതെ ചോദിക്കോ. ഡേ എന്ത് പ്രശ്നം? ചോദിക്കട്ടെ. സംഭവം ഡീലാക്കാം. ഞങ്ങള് അകത്ത് പോയി സംസാരിച്ചിട്ടോ. ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ സമാനപ്പെട്. ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട് ചിലപ്പോ പേടിച്ചു. ഞങ്ങൾ അകത്ത് സംസാരിച്ചു. സൂക്ഷിച്ചടാ. എന്റെ റൂമിലേക്കല്ല അവന്മാര് പോണത്. എന്റെ റൂമിൽ നിന്ന് ഇവന്മാര് നശിപ്പിക്കുമെന്നാ തോന്നുന്നേ. അമ്മാവ ഇത് പണിയാവോ? എന്റെ ദൈവമേ, ആര്യവന്മാർ ഈ സമയത്ത് ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത്. ഇതിപ്പോ ഞാൻ കൊലപാതകത്തിന് കൂടെ ഉത്തരം പറയണമല്ല. ചേട്ടാ വാടി വാ. നീ ഒറ്റ ഒരുത്തിക്കാരി ഇവിടെ എന്തെല്ലാം പ്രശ്നം നടക്കണമെന്ന് അറിയാൻ നിനക്ക്? ഞാൻ പറയുന്നത് കേക്ക്. എന്തോന്ന് പറയണത്? ചേട്ടാ അവന്മാർ പൊടിച്ചോണ്ട് പോയ മാലയല്ലയോ, അത് വരവുമാലയായിരുന്നു. അത് ചേട്ടനെ ഒരു ദിവസം എന്റെ ഈ മാല പണയം വെക്കാൻ കൊണ്ടുപോയില്ലായിരുന്നോ? അന്ന് അമ്മയെ പറ്റിക്കാനായിട്ട് ഞാൻ ഒരു വരവുമാല വാങ്ങിച്ചായിരുന്നു. അതാ അന്ന് അമ്പലത്തിൽ ഇട്ടുകൊണ്ടുപോയെ. അതാ കൊണ്ടുപോയെ. എന്റെ രൂപ നിനക്ക് നേരത്തെ വന്ന് പറഞ്ഞിരുന്നോ? എന്റെ പൊന്നമ്മ വേഗം പോയി അമ്മമാരെ പിടിക്കല്ലേ, പവീഷ് അങ്ങോട്ട് അങ്ങനെ കൊല്ലും. നീ നോക്കിയോ? ഇനി ഏരിയ കണ്ടുപോലും കേട്ടല്ലേ. എടാ നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ. കണ്ടില്ലേ? ചോദിച്ചു മല മാല കിട്ടിയല്ലോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആയല്ലോ. ഹാപ്പി അല്ലേ? ശ്യാമേ, ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇനി എന്ത് ടെസ്റ്റ്? അത് സ്വർണ്ണമാലയല്ല, വരവാ. ചേട്ടന്മാരൊന്നും ചെയ്യാൻ പോകുന്നില്ല കേട്ടാ. നമ്മളടിച്ചാൽ നമ്മളും തിരിച്ചിടിക്കും. ചൂടാവില്ലേ പറയട്ടെ. നീ എടേ അനിയന്മാരെ നമ്മൾ നിങ്ങളെ അടിക്കാനല്ല വിളിച്ചോണ്ട് വന്നത്. എടാ ബേസിക്കലി ഞാനും ഇവനും വളരെ പാവങ്ങളാണ്. എടാ സംഭവം എന്റെ കാമുകിയും അവന്റെ കാമുകിയും ഇവിടെയാണ് താമസം. അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നില്ലേ? അപ്പൊ അവരെ മുമ്പ് വെച്ച് നമുക്ക് വില കളയാൻ പറ്റുമോ? വളരെ മോശമാവൂലേ? അപ്പൊ ഇതെങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്ത് ഇലയ്ക്കും മുള്ളിനും ഇല്ല കംപ്ലൈന്റ് ഇല്ലാത്ത രീതിക്ക് ഒന്ന് അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. അടിക്കുന്ന കാര്യം വിളി. നമ്മുടെ മുഖം കണ്ട് അടിച്ചും തോന്നുന്നുണ്ട്. പറയട്ടെ, ഇനി എത്ര രൂപ തന്നു കഴിഞ്ഞാൽ മക്കള് ആ മാല ചേട്ടന്മാർക്ക് തരും? ചേട്ടാ ഒരു 10,000 രൂപ കിട്ടിയോ? കുറച്ച് കൂടുതൽ. എനിക്കും ജോലി, അവനും ജോലിയില്ല എനിക്കും ജോലിയില്ല. നമ്മൾ ജോലി ഇല്ലാത്തവരാണ്. ചേട്ടാ അവന്റെ ഗേൾ ഫ്രണ്ട് ബർത്ത്ഡേ ആണ് മറ്റന്ന്. അവസ്ഥ തന്നെയല്ലേ? അതൊക്കെ സെറ്റ്, അതും പിന്നെ സെറ്റ് ചെയ്യാം. എന്നാലും 10,000 രൂപ പറഞ്ഞു. ചേട്ടാ അവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പോലും അവന്റെ പൈസ. 10,000 എന്തൊരു ഗിഫ്റ്റ് അതിന്റെ ആവശ്യം കുറച്ച് നമ്മൾ പ്രൈസ് മണി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്താണ്. തന്നെ. അതിപ്പോ പറഞ്ഞ കാര്യമില്ല, അവര് ജയിച്ചില്ലേ, പറഞ്ഞ കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യും, കുറച്ചുകൂടി ഒരു 5-ന് ഓക്കെയാണ്. 500 അല്ല 5,000-ന് ഓക്കെയാണോ? 5000 ചേട്ടാ ഇത്രയും പറഞ്ഞോണ്ട് 5,000 രൂപ കൂടി കൊച്ചിന് വെച്ചോളൂ. അല്ല അല്ല നീയോട് എല്ലാപ്പോഴും ഞാൻ കൊടു. എന്റെ കൊടുക്കാൻ പൈസയില്ല. എന്റെ കൊടുക്കാൻ പൈസയില്ല. പിന്നെ ഞാൻ മാത്രം അല്ല നിനക്കല്ലേ അവന്തി എടുത്ത് പറഞ്ഞ എൻഗേജ്മെന്റ് കണ്ടും ചെയ്യിക്കണം അല്ലേ? അപ്പൊ 5,000 രൂപ ശരി എല്ലാം സെറ്റ് ചെയ്ത് ഇക്കോ നമ്പർ മാറ്റ ശരിയായിട്ട് കൊടുക്കണേ. നമ്പർ മാറല്ലേ? എവിടെ വീട്? എവിടെ? വീടിവിടെ അടുത്തൊക്കെ തന്നെ. സ്ഥിരം കബഡി കളിക്കാറുണ്ടല്ലേ? ഇനി കണ്ട് അവിടെ കണ്ട ഇനി കളിക്കണ്ട. അയച്ചു കേട്ടാ. അപ്പൊ 5,000 രൂപ തരാം കേട്ടോ. ഇനി നമ്മളവരെ ചെറിയ വേറൊരു സാധനം അയച്ചു അഭിനയിക്കണം കേട്ടോ. ആക്ടിങ് കേട്ടോ. സൗണ്ട് ഉണ്ടായിരിക്കും, ഇടിയിട്ട് കണക്ക്. തുടങ്ങിക്കോ. എടാ പവി, ശ്യാമേ, നിങ്ങൾ എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നേ?
കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ 5000 രൂപ. അവന്മാർക്ക് അടി കിട്ടാതെ അവന്മാർ പോയെന്ന് പറയായിരുന്നല്ലേ.